വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് വിസ തട്ടിപ്പ് നടത്തി മൂവർ സംഘം കോടികളുമായി കടന്നുകളഞ്ഞതായി പരാതി. കഴിഞ്ഞ 2 വർഷങ്ങളായി 3 പേർ ചേർന്ന് വിദേശത്ത് ജോലി വാഗ്ദാനം നൽകിയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ കബളിപ്പിച്ചതെന്ന് തട്ടിപ്പിനിരയായവർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വിസ തട്ടിപ്പ് നടത്തി കോടികളുമായി കടന്നുകളഞ്ഞ പാസ്റ്റർമാരായ മനോജം ജോയി, വില്യം ജോർജ് മല്ലശ്ശേരി, അലക്സ് എന്നിവരുടെ പേരിലാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വൻതുക തട്ടിപ്പ് നടത്തിയതായി ആരോപണം. കഴിഞ്ഞ 2 വർഷങ്ങളായി 3 പേരും ചേർന്ന് വിദേശത്ത് ജോലി വാഗ്ദാനം നൽകിയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ കബളിപ്പിച്ചതായി പറയുന്നത്. ജോലി വാഗ്ദാനത്തിലൂടെ 1 മുതൽ 12 ലക്ഷം വരെ വാങ്ങിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്റർനാഷണൽ എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് തുടക്കം. ചിലർക്ക് വിസ വന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരാളെ വിസിറ്റിംഗ് വിസയിൽ ദുബായിലേക്ക് അയച്ച് എയർപോർട്ടിൽ നിൽക്കുന്ന ഫോട്ടോ പലർക്കും അയച്ചുകൊണ്ട് പലരിൽ നിന്നായി പണം കൈപ്പറ്റിയതായും ഇരയായവർ ആരോപിക്കുന്നു. ഞങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി സമീപിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നത് 3 പാസ്റ്റർമാർ ചേർന്നാണ് ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ ഇരിക്കുന്നതിലെ പലരും ഈ 3 പേരിലും ഫയൽസ് സബ്മിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ. എന്നെ വഞ്ചിച്ചത് പാസ്റ്റർ മനോജൻ ജോയി എന്ന് പറയുന്ന ആളായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചിലരെ വഞ്ചിച്ചിരിക്കുന്നത് പാസ്റ്റർ വില്യം ജോർജ് മല്ലശ്ശേരി എന്ന് പറയുന്ന ആളും പിന്നെ അതുപോലെ തന്നെ ഒരു അലക്സ് എന്ന് പറയുന്ന ഒരു ആളും കൂടിയാണ് മറ്റുള്ളവരൊക്കെ വഞ്ചിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് മെയ് 6-ാം തീയതി ഒരു 6 പേരാണ് ഇവിടുന്ന് പോയത്. അവിടെ ചെന്ന് ഒരാൾ വരും, ഒരു എംപ്ലോയർ വരും. എംപ്ലോയർ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വിസിറ്റിംഗ് വിസയുടെ ഇത് പ്രോസസ്സിംഗ് എല്ലാം അയാൾ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇവിടുന്ന് കയറ്റിവിട്ടത്. അവിടെ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു 2 ദിവസത്തെ. അത് കഴിഞ്ഞാൽ 2 ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ അയച്ചു തരുമായിരുന്നു ഞങ്ങളുടെ ചെലവിനും ഫുഡിനൊക്കെ വേണ്ടിയിട്ടുള്ള. പിന്നെ എംപ്ലോയർ വന്ന് ഞങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത് മനോജ് സാർ ഓൾറെഡി പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, എംപ്ലോയർ വരും, അവർ പറയുന്ന എഗ്രിമെന്റിനെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുക അല്ലെങ്കിൽ തിരിച്ചു പോരെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ചെന്നൈയിലേക്കുള്ള ടിക്കറ്റ് അയച്ചു തന്നിട്ട് പറഞ്ഞു വീട്ടിൽ പറയണ്ട, ചെന്നൈയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റർ പറയുന്ന രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടെ 8 പേർക്ക് കാനഡയിൽ ജോലി ശരിയായിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച ശേഷം വിസിറ്റിംഗ് വിസയിൽ എത്തിച്ച ശേഷം 4 മാസത്തോളം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കഷ്ടപ്പെടേണ്ട അവസ്ഥ ഉണ്ടായതായും ഇരയായവർ ആരോപിച്ചു. പിന്നീട് കാനഡയിലുള്ള മലയാളി അസോസിയേഷന്റെ കാരുണ്യം കൊണ്ടാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഇത് സംബന്ധിച്ചൊരു പരാതി എറണാകുളം തേവര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. എങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും അവർ പറഞ്ഞു. 3 മാസം കൊണ്ട് കാനഡയിൽ എത്തിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് പലരിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധയിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പണം തിരികെ ആവശ്യപ്പെട്ടവരുടെ വീടുകളിലേക്ക് ഇവരുടെ ആളുകളെ അയച്ചും ഫോണിലൂടെയും അല്ലാതെയും ഭീഷണിപ്പെടുത്തുന്നതായും കോട്ടയത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.